ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഐസ്ക്രീം ചാപ്റ്റർ 2 ആയിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കളിച്ച് നിർത്തി അവിടെ നിന്നാണോ ഗൈസ് തുടങ്ങിയേക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1 നമ്മൾ എന്തായാലും ചാനലിൽ ഇട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് പാർട്ട് 2 ആണ് ഗൈസ്. എങ്ങനെയും നമ്മുടെ ലിസ്സിനെ നമുക്ക് രക്ഷപ്പെടുത്തണം ഗൈസ്, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഓക്കെ ഗൈസ്, നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. പുള്ളീനെ ഞാൻ കണ്ടിട്ടില്ല. പുള്ളി ഇത് എവിടെയാണ്? ഓ ഗൈസ്, പുള്ളി നമ്മൾ കണ്ടു, ദേ വരുന്നത്. ഓടിക്കൂ ഗൈസ്, പുള്ളിക്കാരൻ പുറകെ വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇവിടുന്ന് വേറെ എന്താണ് എടുക്കാനുള്ളത്? എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ട് ഗൈസ്. ഇവിടെ നിന്നൊന്നും വേറെ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്താണ്? അത് നമ്മൾ എടുത്തതാണ്. ഓക്കെ ഗൈസ്, ഇവിടെ ഒന്നുമില്ല, വേറെ ഒന്നും കാണാനില്ല ഗൈസ്. ഓക്കെ, പുള്ളിക്കാരൻ വരുന്നുണ്ട്, ഐസ്ക്രീം കടക്കാരൻ വരുന്നുണ്ട് ഗൈസ്. ഗൈസ്, പുള്ളിക്കാരൻ വരുന്നുണ്ട് ഗൈസ്. ഗൈസ് നമുക്ക് ഇതെന്താണ്? ഓക്കെ, ഐസ്ക്രീം കടക്കാരൻ വരുന്നുണ്ട് ഗൈസ്. നമുക്ക് വേഗം വണ്ടി കയറി പോയാലോ ഗൈസ്. അയ്യോ, പുള്ളിക്കാരൻ അടുത്തെത്തി. അയ്യോ, പിടിക്കല്ലേ ഗൈസ്, ഇപ്പോൾ പിടിച്ചേനെ, ജസ്റ്റ് മിസ്സാണ്. ഐസ്ക്രീം കടക്കാരൻ നമ്മൾ പുറകെ തന്നെ ഉണ്ട് ഗൈസ്. നമുക്ക് വണ്ടി കയറി പോയാലാന്നാണ് ഞാൻ ആലോചിക്കണത്. ഇവിടുന്ന് ഇനിയിപ്പോൾ വേറെ ഒന്നും കളക്ട് ചെയ്യാനില്ല എന്നാണ് ഗൈസ് എനിക്ക് തോന്നണം. എന്തായാലും നമുക്ക് വണ്ടി കയറി പോവാം, അതായിരിക്കും നല്ലത്. ഓക്കെ ഗൈസ്, ഐസ്ക്രീം കടക്കാരൻ എവിടെ? ഗൈസ്, പുള്ളി എവിടെയാണ് ഗൈസ്? പുള്ളിനെ കാണാനില്ല ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഗൈസ്, ഇവിടെ വേറെ എന്തോ ഉള്ളത്, ഒന്നുമില്ലാന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഒരു പൂച്ചയുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അതിനകത്തൊരു പൂച്ചയുടെ ഒരു ക്ലോക്ക് ഉണ്ട്, അത് നമുക്ക് എടുക്കാനുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഇൻട്രാക്ട് ചെയ്യാൻ കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്കെന്തായാലും നേരെ അങ്ങ് പോയേക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റാളിലേക്ക് പോവുകയാണ് ഗൈസ്. ഓക്കെ, സ്റ്റാളിൽ പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ടാവും. നമ്മളുടെ കയ്യിൽ ഇപ്പോൾ 2 ലൈഫാണ് ഗൈസ് ബാക്കിയുള്ളൂ. ഒരു ലൈഫ് എന്തായാലും പോയി. ഓക്കെ ഗൈസ്, നമുക്ക് സ്റ്റാൾ വേണ്ട. സ്റ്റാളിൽ നിന്ന് നേരെ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. സ്റ്റാളിൽ നിന്നൊക്കെ നേരെ എന്തായാലും സർക്കസിലേക്ക് പോകാം ഗൈസ്. നമ്മുടെ കട്ടിംഗ് പ്ലെയർ എവിടെയാണെന്ന് അറിയില്ല ഗൈസ്. നമ്മൾ കട്ടിംഗ് പ്ലെയർ വണ്ടിക്കകത്ത് എടുത്തിട്ടതാണ്, പക്ഷേ കട്ടിംഗ് പ്ലെയർ കാണാനില്ല ഗൈസ്. കട്ടിംഗ് പ്ലെയറിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. സ്റ്റാളിൽ ഞാൻ കാണിച്ചു തന്നില്ല ഗൈസ്, ഒരു ഗേറ്റ് പോലത്തെ സംഭവം, അത് നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ കട്ടിംഗ് പ്ലെയർ വേണം. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇട്ടത്, പക്ഷേ കട്ടിംഗ് പ്ലെയർ കാണാനില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഒരു പെർഫ്യൂം ഇട്ടിട്ടുണ്ട്. ഗൈസ്, എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ മൈക്ക് നമ്മളോട് പറഞ്ഞായിരുന്നു, എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനം പുള്ളിക്ക് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അവൻ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞായിരുന്നു ഗൈസ്. പിന്നെ അതല്ലാണ്ട് നമ്മളവിടെ സിനിമ തിയേറ്ററിൽ നമ്മൾ കാറിനകത്ത് കുറേ പാവക്കുട്ടി ഉണ്ടായിരുന്നു ഗൈസ്, പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല നമുക്ക് ആകെ എടുക്കാൻ പറ്റിയത് ഈ പെർഫ്യൂമാണ് ഗൈസ്. അപ്പോൾ ഈ പെർഫ്യൂം അല്ലെങ്കിൽ നമുക്ക് പിന്നെ ആ പാവക്കുട്ടി ആയിരിക്കും നമ്മുടെ മൈക്കിന് കൊടുക്കേണ്ടി വരിക. ഇതെന്താണ് ഗൈസ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നില്ലല്ലോ ഗൈസ്. അതെന്താണ്? നമുക്കിതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല ഗൈസ്. അതെന്താണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നില്ലല്ലോ? അതെന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല ഗൈസ്, എന്തോന്ന് മനസ്സിലാവുന്നില്ല. ഒന്നുകൂടി നോക്കാം. ഗൈസ്, നമുക്ക് കയറാൻ പറ്റി. അപ്പോൾ ആദ്യം എന്താണ് കയറാൻ പറ്റാതിരുന്നേ? ഓക്കെ, നമുക്കിത് മൈക്കിന് വേണ്ടി കൊടുക്കാൻ പറ്റും ഗൈസ്. നമ്മുടെ മൈക്ക് അത് മേടിച്ചു ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തോ ഒരു സംഭവം തന്നിട്ടുണ്ട് ഗൈസ്. മൈക്ക് എന്തോ സ്പെഷ്യലായിട്ട് എന്തോ സംഭവം നമുക്ക് തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് വെച്ച് എന്തെങ്കിലും കളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതെന്തായാലും നമുക്ക് വണ്ടി കൊണ്ടുവന്നിടാം ഗൈസ്. ഓക്കെ, ഇതവിടെ കിടക്കട്ടെ. ഗൈസ് ഗൈസ് ഇതിൻ്റെ ഗൈസ്, ഇതിൻ്റെ ഉള്ളിലാണ് കട്ടിംഗ് പ്ലെയർ ഇരിക്കുന്നത്. ഞാൻ വണ്ടിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി ഗൈസ് ഈ കട്ടിംഗ് പ്ലെയർ. വെറുതെ അല്ല ഞാൻ നോക്കിയിട്ട് കാണാത്ത. ഇതെങ്ങനെയും എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ഗൈസ്. നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ എവിടെയാണ് ഗൈസ്? നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ നമ്മൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല ഗൈസ്. നമുക്ക് എങ്ങനെയും കട്ടിംഗ് പ്ലെയർ ഒന്ന് എടുക്കണം. കട്ടിംഗ് പ്ലെയർ എടുത്ത് നേരെ നമുക്ക് സ്റ്റാളിലേക്ക് പോകണം ഗൈസ്. ഇതെടുക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇവിടെ വേറെ ഒന്നും ഇനി എടുക്കാനില്ല എന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഗൈസ്, നമ്മൾ പ്ലെയർ എടുത്തു ഗൈസ്. നമുക്കിനി നേരെ സ്റ്റാളിലേക്ക് പോവാം ഗൈസ്. സ്റ്റാളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആയിട്ടൊരു ഗേറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഗൈസ്. നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ കിടന്ന് ഉറങ്ങുന്ന താഴെയായിട്ടൊരു സംഭവം ഉണ്ട്. അത് നമുക്ക് തുറക്കണമെങ്കിൽ കട്ടിംഗ് പ്ലെയറിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനം ഞങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വേണ്ട എന്തെങ്കിലും സാധനം അതിനകത്ത് നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അയ്യോ ഗൈസ്, ഐസ്ക്രീം കടക്കാരൻ വരുന്നുണ്ട് ഗൈസ്. നേരെ ചെന്നിറങ്ങിയത് പുള്ളിയുടെ മുമ്പിലേക്കാണ്. ഇനി ചിലപ്പോൾ അത് അണ്ടർഗ്രൗണ്ട് ആണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം.
ഇതെങ്ങനെയാണ് തുറക്കുക? ഓക്കെ വയർ. ഗൈസ് ഐസ്ക്രീം കടക്കാരൻ അവിടെ നിൽപ്പുണ്ട്. ഇതിനുള്ളിൽ എന്താണ്? ഗൈസ് ക്യാൻഡിൽ. ഓ ഗൈസ്, ഓ ഐസ്ക്രീം കടക്കാരൻ വന്ന്. ഗൈസ് അതിൻ്റെ ഉള്ളിൽ ക്യാൻഡിലാണ് ഗൈസ്. ഓക്കെ ക്യാൻഡിൽ എനിക്കറിയാം. നമ്മളാ സെമിത്തേരിയിൽ നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ്റെ അച്ഛൻ അടിക്കേണ്ട സ്ഥലമല്ലേ ഗൈസ്, അവിടെ ക്യാൻഡിൽ കൊണ്ട് വെക്കണം നമുക്ക്. ഈ ക്യാൻഡിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം കടക്കാരൻ അവിടെ. ഓ ഗൈസ് ഐസ്ക്രീം കടക്കാരൻ വരുന്നുണ്ട്. ഐസ്ക്രീം കടക്കാരൻ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ് എന്തായാലും ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊണ്ടിടാം. ഓക്കെ നമ്മൾ ക്യാൻഡിൽ അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ട്. നമുക്കിനി നേരെ നമുക്ക് സെമിത്തേരിയിലേക്ക് പോകാം ഗൈസ്. ഇനി സെമിത്തേരിയിലാണ് ഫുള്ളും കളി നടക്കാൻ പോണേ. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ സെമിത്തേരിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഗൈസ് കുറച്ച് സീനാണെന്നാണ് എനിക്ക് തോന്നണത്. ഇനി നമ്മളങ്ങനെ സെമിത്തേരിയിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ് നമുക്ക് ക്യാൻഡിൽ എന്തായാലും എടുക്കാം. ഓക്കെ നമ്മളെന്തായാലും ക്യാൻഡിൽ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരെ ഇനി ക്യാൻഡിൽ കൊണ്ടുപോയി നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ്റെ അച്ഛനടയ്ക്കാനുള്ള സ്ഥലത്തുകൊണ്ട് ഈ ക്യാൻഡിൽ നമുക്ക് പ്ലേസ് ചെയ്യണം ഗൈസ്. നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ് ഐസ്ക്രീം കടക്കാരനെ കാണാനില്ല ഗൈസ്. നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ്റെ പേര് റോഡ് എന്നാണ്. ഓക്കെ റോഡിനെ കാണാനില്ല. ഓ ഇതേ പോണെയാണ് ഗൈസ് റോഡ്. നമുക്ക് എന്തായാലും ഇതിവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ നമ്മളതവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ കണ്ടിട്ടില്ല ഗൈസ്. ഓക്കെ ഗൈസ് ഐസ്ക്രീം കടക്കാരൻ എവിടെ? ഗൈസ് ഐസ്ക്രീം കടക്കാരനെ കാണാനില്ല ഗൈസ്. നമ്മളിനിപ്പോൾ അത് കത്തിണിക്ക് നമ്മൾ എവിടെ നിന്നാണ് തീപ്പെട്ടി കൊണ്ടുവരാം? അവിടെ നമ്മൾ മെഴുകുതിരി കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുള്ളൂ ഗൈസ്. നമുക്ക് ആ തീപ്പെട്ടി ഓ ഗൈസ് നമ്മൾ ഐസ്ക്രീം കടക്കാരൻ കണ്ട് ഗൈസ്. ഐസ്ക്രീം കടക്കാരൻ എവിടെ? വരുന്നുണ്ട്? ഇല്ല ഗൈസ് ഐസ്ക്രീം പെട്ട് എടാ പോടാ ഗൈസ്. സീരിയസ്ലി ഞാൻ പേടിച്ചു പോയി ഗൈസ്. ഞാൻ പുള്ളിക്കാരൻ വരുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പുള്ളിക്കാരൻ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു ഗൈസ്. പുള്ളിക്കാരൻ ഞാൻ നോക്കി കുനിഞ്ഞൊക്കെയാണ് വരുന്നത് പുള്ളി ഗൈസ്. നമുക്ക് നേരെ ഈ വഴി പോവാം. ഓക്കെ ഈ വഴി നമ്മൾ കടന്നിട്ടുണ്ട് ഗൈസ്. ഐസ്ക്രീം കടക്കാരൻ എവിടെ പോയി ഗൈസ്? പുള്ളിക്കാരൻ അപ്പുറത്തേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നണേ. ഓ ഗൈസ് നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ എന്താണ് എടുക്കാനുള്ളത്? ഇതെന്താണ്? ക്യാറ്റ് ഫുഡ് ഗൈസ്. ഈ ക്യാറ്റ് ഫുഡ് എനിക്കറിയാം ഗൈസ്. നമ്മുടെ ഒരു എന്താ പറയുക, ഇത് കണ്ടില്ല ഗൈസ്, ഇവിടെ ഒരു അമ്മച്ചിനെ അടിക്കുന്ന സ്ഥലമാണ്. ഇതിനകത്തേക്ക് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് ആ പൂച്ച. അപ്പോൾ ആ പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയായിരിക്കും നമുക്ക് ഈ ക്യാറ്റ് ഫുഡ് ഗൈസ്. ഇതേ പൂച്ച താഴത്തേക്കൊന്ന് ഗൈസ്. നമുക്ക് ഈ പൂച്ചേനെ എടുക്കാൻ പറ്റും. ഓ ഗൈസ് നമുക്ക് ഈ പൂച്ചേനെ എടുക്കാൻ പറ്റും. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് ഈ പൂച്ചക്കുട്ടീനെ എടുക്കാൻ പറ്റും. എടാ പൂച്ചക്കുട്ടി ഞാൻ ഉള്ളിലേക്ക് കയറി പോടാം. ഓ ഗൈസ് ഈ പൂച്ചക്കുട്ടി നമ്മുടെ പുറകെ വരുവാണ് ഗൈസ്. ഈ പൂച്ചക്കുട്ടി ചുമ്മാ കിടന്ന് കരയാണ്. ദേ ഗൈസ്, ഗൈസ് നമ്മുടെ ഐസ്ക്രീം കടക്കാർ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി ആ കല്ലറയുടെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമെന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. അവനവിടെ മെഴുകുതിരി കത്തിച്ചു എന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ ഗൈസ്. ആ പൂച്ചക്കുട്ടി നമ്മുടെ പുറകെ വരുന്നുണ്ട് ഗൈസ്. ആ പൂച്ചയാണ് ഈ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത്. പട്ടിപ്പൂച്ച ശബ്ദം ഉണ്ടാക്കല്ലേടാ ഗൈസ്. നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ അങ്ങോട്ട് പോയി. ഓ ഗൈസ് ദേ ഗൈസ് ഇവിടെ എന്താണിത്? ഗൈസ് മാച്ച് ബോക്സ് ഗൈസ്. നമുക്ക് തീപ്പെട്ടി കിട്ടി. ഈ പൂച്ച ചുമ്മാ നമ്മുടെ പുറകെ വരുന്നത് എന്തിനാണ് ഗൈസ്? ഈ പൂച്ചനെ വെച്ചിട്ട് എന്താ കളിയെന്ന് എനിക്കറിയില്ല. ഓ ഗൈസ് എനിക്ക് ഓർമ്മയുണ്ട് ഗൈസ്. നമ്മുടെ മറ്റേ സിനിമാ തിയേറ്ററില്ലേ, നമ്മളവിടെ ഒരു റൂമിൽ കയറിയപ്പോൾ ഒരു പൂച്ചയുടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ക്ലോക്കോ എന്തോ സംഭവം. അവിടെ കിടന്ന് പൂച്ച കളിക്കണ ഒരു സൗണ്ട് നിങ്ങൾ കേട്ടില്ലേ ഗൈസ്? അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പൂച്ചനെ നമ്മൾ അവിടെ കൊടുത്തിട്ട് ചിലപ്പെങ്കിൽ അവിടുന്ന് എന്താ ക്ലോക്ക് എടുക്കാൻ വേണ്ടിയായിരിക്കും നമുക്ക് ഈ പൂച്ച ഗൈസ്. ഇവിടെ നമുക്കൊരു സാധനം പ്ലേസ് ചെയ്യാനുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഈ പൂച്ചയാണെങ്കിൽ നമ്മുടെ പുറകെ വരുവാണ് ഗൈസ്. ഈ പൂച്ചയുടെ സൗണ്ട് കേട്ടിട്ടെങ്ങാണ്ടാണ് മറ്റേ ഐസ്ക്രീം കടക്കാരൻ വരുന്നത്. പുള്ളിക്കാരൻ വരുന്നുണ്ട് ഗൈസ്. ഗൈസ് നമുക്കെന്തായാലും ഇതിവിടെ കിടക്കട്ടെ. നമുക്കെന്തായാലും നേരെ ഇനി വണ്ടി കയറി നമുക്ക് അടുത്ത സ്റ്റോപ്പിലേക്ക് പോകാനാണ് എനിക്ക് തോന്നണേ ഗൈസ്. ആ പൂച്ച അവിടെ. ഓക്കെ ഗൈസ് അവൻ അവിടെ നിൽക്കുവാണ്. അവിടെ പൂച്ച വേഗം വന്ന് വണ്ടി കയറ്. ഓക്കെ ഓക്കെ ഗൈസ് നമ്മളെന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഗൈസ്. ഇതെന്താണ് പൂച്ച മേളിയുടെ കിടന്ന് പറക്കണേ? ഓക്കെ നമ്മളെന്തായാലും സർക്കസിലേക്ക് വീണ്ടും പോവാണ് ഗൈസ്. ഓക്കെ ഗൈസ് നമ്മൾ സർക്കസിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. ഓക്കെ സർക്കസിൽ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നവരുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ നമ്മളങ്ങനെ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. പൂച്ച എന്ത്? ഈ ഇരിക്കുന്നു പൂച്ച. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് നേരെ സിനിമ തിയേറ്ററിലേക്ക് പോവാം.
അവിടെ പോയിട്ട് നമുക്ക് അവിടെ ഒരു ക്ലോക്കിൽ ഗൈസ് ഒരു പൂച്ചയുടെ രൂപത്തിലുള്ള നമുക്കപ്പോൾ ഈ പൂച്ചനെ അവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ വീണ്ടും സിനിമ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ സിനിമ തിയേറ്ററിൽ അങ്ങനെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ പൂച്ചക്കുട്ടീൻ്റെ ഗൈസ് പൂച്ചക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും പൂച്ചക്കുട്ടീനെ എടുക്കാം. നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ പാട്ടൊക്കെ പാടുന്നുണ്ട് ഗൈസ്. ദേ പോണെയാണ് പുള്ളി. ഓ ഗൈസ്, പുള്ളി നമ്മളെ കണ്ട് ഗൈസ്. ഗൈസ് ഈ പുള്ളിക്ക് വേറെ പണിയില്ലെന്നാണ് ഞാൻ ആലോചിക്കണേ. ഓ ഗൈസ്, പുള്ളിനെ കാണാനില്ല. ഓ വരുന്നുണ്ട് പുള്ളി വരുന്നുണ്ട് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേഗം ആ റൂമിനകത്ത് കയറാം ഗൈസ്. എനിക്കിങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം എന്തായാലും. ഓ ഗൈസ്, റീപ്ലേസ് ചെയ്യാൻ പറ്റി ഗൈസ്. അയ്യോ, പിടിക്കല്ലേ. ഓ ഗൈസ്, ഇതും കണ്ടാണ് കളി എന്ന് പറയുന്നത്. പക്ഷേ ഈ ക്ലോക്ക് വെച്ചിട്ട് എന്താണ് ഗൈസ് നമുക്ക് ചെയ്യാനുള്ളത്? എനിക്കതറിയില്ല ഗൈസ്. ക്ലോക്ക് വെച്ചിട്ട് എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, പുള്ളി അവിടെ. ഓക്കെ, പുള്ളി വരുന്നുണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ അപ്പുറം വഴിയാണ് വരുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് പയ്യെ അപ്പുറം വഴി പോവാം. ഓക്കെ, നമുക്ക് നേരെ പോവാം ഗൈസ്. നമുക്ക് പയ്യെ വണ്ടി കയറാമെന്നാണ് എനിക്ക് തോന്നണത്. പുള്ളീനെ കാണാനില്ല. നമുക്ക് നേരെ വണ്ടിയിലേക്ക് കയറാം ഗൈസ്. ഇനി നമുക്ക് നേരെ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഗൈസ്? നമുക്ക് നേരെ ഇനി സർക്കസിലേക്ക് പോവാമെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. നമുക്ക് നേരെ സർക്കസിലേക്ക് പോവാം ഗൈസ്. നമ്മൾ നേരെ സർക്കസിലെത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും കളി ഉണ്ടാവുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഗൈസ്. നമ്മൾ മേളിലൊരു സംഭവം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം ഗൈസ്. അത് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് വെച്ച് ചിലപ്പോൾ എന്തെങ്കിലും കളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ മേടിച്ച് തന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. അത് എവിടെയായിട്ടായിരുന്നു? ഓ ഗൈസ്, ഇവിടെ ആയിട്ടാണത്. ഈ മേളിലാണ് ഞാൻ പറഞ്ഞ സംഭവം നടക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും മേളിലേക്ക് കയറാം. മേളിൽ പുള്ളി ഉണ്ടോയെന്ന് നോക്കട്ടെ ഗൈസ്. ഇല്ല ഗൈസ്, മേളിൽ പുള്ളി ഇല്ല ഗൈസ്. ഇവിടെ ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹാങ്കർ. ഇത് വെച്ച് എന്തോ കളി ഉണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. കാരണം ഇവിടെ ഒരു ലേയും കമ്പി ഉണ്ടോ ഗൈസ്? ഞാൻ ആദ്യം വന്നപ്പോൾ ഇവിടെ ലേയും കമ്പിയിൽ കണ്ടോ കേബിളിനകത്ത് എന്തോ സാധനം ഇൻട്രാക്ട് ചെയ്യാൻ കാണിച്ചായിരുന്നു. ഓ ഗൈസ്, ഇങ്ങനെ പോവാൻ വേണ്ടിയാണ് ഗൈസ് നമ്മൾ നേരെ. നമ്മൾ നേരെ സർക്കസിൻ്റെ നടുക്ക് ഭാഗത്തേക്ക് നമ്മൾ ചാടിയിട്ടുണ്ട് ഗൈസ്. നേരെ തന്നെ നമ്മൾ അതിൻ്റെ ഇത് നമുക്ക് തള്ളാൻ പറ്റും ഗൈസ്. ഇതെന്താണ്, ഗേറ്റാ ഗൈസ്? എനിക്ക് തോന്നുന്നത് ഇതെന്തോ അണ്ടർഗ്രൗണ്ടാണ് ഗൈസ്. ഇതെന്തോ അണ്ടർഗ്രൗണ്ടാണ്. ഇതെന്താണ് ഗേറ്റ്? വീണ്ടും ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് കയ്യിലോ ഗൈസ്. ഇവിടെ എന്തോ കളി നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ, നമ്മളെന്തായാലും ഇപ്പുറം എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതേതാണ് വഴി ഗൈസ്? ഇതെന്താണ് സംഭവം? ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഗൈസ്? ഇതെന്താണ് ഗ്യാസ്? ഇതെന്തൊരു ഗ്യാസ് സിലിണ്ടറാലോ ഗൈസ്. ആ സ്ക്രൂ അഴിക്കണമെങ്കിൽ നമുക്ക് എന്തോ ഒരു സ്ക്രൂ ഡ്രൈവർ പോലത്തെ എന്തോ സാധനം വേണമെന്നാണ് ഇവർ പറയുന്നത്. ഇതേതാണ് വഴി എന്നൊക്കെ നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ വല്ലതും ഐസ്ക്രീം കടക്കാരനുണ്ടോ ഗൈസ്? ഇതേതാണ് ഗൈസ് ഈ സ്ഥലം ഗൈസ്? ഇത് നമുക്ക് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഗൈസ്, ഇവിടെ ഒരു കുറ്റിയുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ തുറന്നിട്ടുണ്ട്. നമ്മളിവിടെ എത്തി ഗൈസ്. നമ്മുടെ ഐസ്ക്രീം കടക്കാരനെവിടെ ഗൈസ്? പുള്ളിനെ കാണാനില്ല ഗൈസ്. നമുക്ക് നമ്മുടെ വണ്ടിക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ്. അവിടെ എന്തോ ആ സ്ക്രൂ അഴിക്കണം ഗ്യാസ് സിലിണ്ടർ എടുക്കാമെങ്കിൽ. ഓക്കെ, നമ്മുടെ കയ്യിൽ മറ്റേ സംഭവം ഇല്ല ഗൈസ്. നമ്മുടെ കയ്യിൽ ഫ്രിഡ്ജില്ലേ? ഫ്രിഡ്ജ് വെച്ച് അഴിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് എന്തായാലും ഫ്രിഡ്ജ് എടുക്കാം. ഈ ഫ്രിഡ്ജ് വെച്ച് തുറക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. ഐസ്ക്രീം കടക്കാരനെ കാണാനില്ല. പുള്ളിക്കാരൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം ഗൈസ്. ഇത് വെച്ച് തുറക്കാൻ പറ്റുമായിരിക്കും ഗൈസ്. ആ ഗ്യാസ് സിലിണ്ടർ എന്തിനായിരിക്കും ഗൈസ്? എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അഴിക്ക്. ഓക്കെ, ഒരു സ്ക്രൂ അഴിച്ചു. ഓക്കെ, രണ്ടാമത്തെ സ്ക്രൂ അഴിച്ചു. ഓക്കെ, മൂന്നാമത്തെ സ്ക്രൂ. ഓക്കെ, നാലാമത്തെ സ്ക്രൂ. ഇനി എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് എടുക്കാൻ പറ്റി. ഓക്കെ, നമുക്ക് എന്തായാലും കിട്ടുന്ന സാധനങ്ങൾ എന്തായാലും വണ്ടിക്കകത്ത് കൊണ്ടിടാം ഗൈസ്. ഓക്കെ, ഗ്യാസ് സിലിണ്ടർ എന്തായാലും കിട്ടിയിട്ടുണ്ട്. നമുക്കിതെന്തായാലും വണ്ടിയിലേക്ക് കൊണ്ടിടാം ഗൈസ്. ഇതെന്താണ് കയറാൻ പറ്റാത്തത് ഗൈസ്? കയറാൻ പറ്റുന്നില്ലല്ലോ. ഗൈസ്, നമ്മൾ കയറി ഗൈസ്. നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ ഇവിടെ എല്ലായിടത്തും ഉണ്ടോ എന്ന് നോക്കട്ടെ. മാറും ഗൈസ്. നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ ഇവിടെ ഒന്നും കാണാനില്ല. പുള്ളി അങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. സർക്കസിൽ വന്നു കഴിഞ്ഞാൽ പുള്ളീനെ പിന്നെ കാണില്ല ഗൈസ്. പുള്ളി എവിടെയോ കറങ്ങി നടക്കുവാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിടാം
ഓക്കെ ഗൈസ്, നമുക്കിനി അടുത്തത് നമുക്ക് എന്തായാലും സെമിത്തേരിയിലേക്ക് പോവാം. ഓ ഗൈസ്, ഗൈസ് എനിക്കറിയാം ഗൈസ്, നമ്മൾ മറ്റേ സെമിത്തേരിയിൽ നമ്മളൊരു സ്ഥലം കണ്ടില്ലായിരുന്നു ഗൈസ്. അതായത് ഒരു ഭിത്തി ഇങ്ങനെ വിണ്ട് കീറിയിരിക്കുമായിരുന്നു ഗൈസ്. ഇതെന്താണ്? ഏപ്രിൽ 1954. ഓ ഗൈസ്, ഇതാരാണ് ഗൈസ്? ഇതെന്താണ്? എനിക്ക് കഥ മനസ്സിലാവുന്നില്ല. ഈ തടീനായ കുട്ടിയല്ലേ മറ്റേ ഐസ്ക്രീം കടക്കാരൻ? അപ്പോൾ ഈ ഇരിക്കുന്നത് ആരാണ് ഗൈസ്? ഇത് അവൻ്റെ അച്ഛനല്ല. അവൻ്റെ അച്ഛനാണെങ്കിൽ മീശയുണ്ട് ഗൈസ്. ഗൈസ് ഇതെന്താണ് സംഭവം? എനിക്ക് മനസ്സിലാവുന്നില്ല. അറിയില്ല ഗൈസ്, ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. ഗൈസ് ഇതെന്താണ്? ഒരു ഹാറ്റിൻ്റെ സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഓ ഗൈസ്, തടിയാന്നൊക്കെ വിളിച്ച് കളിയാക്കുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട് ഗൈസ്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സ്റ്റോറി എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. ഇതിനകത്ത് കുറേ സ്റ്റോറി മോഡുണ്ട് ഗൈസ്. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. അറിയില്ല ഗൈസ്, അറിയില്ല ഗൈസ്. ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഗ്യാസ് സിലിണ്ടർ എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ സെമിത്തേരിയുടെ ആ ഭാഗത്തോട്ടൊരു ഭിത്തിയിൽ നിന്ന് വിണ്ട് കീറി പോയത് ഞാൻ പറഞ്ഞില്ല ഗൈസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ നമുക്കൊരു സാധനം പ്ലേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗ്യാസ് സിലിണ്ടർ അവിടെ കൊണ്ടുവച്ച് മിക്കവാറും ആ ഭിത്തി പൊളിക്കാൻ വേണ്ടിയായിരിക്കും ഗൈസ് ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ ആവശ്യം. ഓക്കെ, അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതലും. ഓക്കെ ഗൈസ്, ഇത് കുറച്ച് സ്റ്റോറി മോഡാണ്. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. അൺഎക്സ്പെക്റ്റഡ് ഹെൽപ്പോ ഗൈസ്? എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ ഗൈസ്, എന്താ സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു കളി. നമ്മൾ ആ ഗ്യാസ് സിലിണ്ടർ അവിടെ കൊണ്ട് വെച്ച് പൊട്ടിക്കണമെന്നാണ് എനിക്ക് തോന്നണേ. പിന്നെ ഗൈസ് നമുക്ക് കിട്ടിയാണ് ആ ക്ലോക്കില്ല, ആ പൂച്ചയുടെ ക്ലോക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നമ്മളൊരു ടൈം ബോംബ് ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. അതായത് ഗ്യാസ് സിലിണ്ടറും പിന്നെ ഈ പൂച്ചയുടെ ആ ടൈം ബോംബും വെച്ച് ആ ക്ലോക്ക് വെച്ച് നമ്മളൊരു ടൈം ബോംബ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതാണെന്നാണ് എനിക്ക് തോന്നണേ. പിന്നെ നമ്മുടെ തീപ്പെട്ടി ഇവിടെ കിടപ്പുന്നുണ്ട് ഗൈസ്. നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ എവിടെയാണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇത് കണ്ടോ? അയ്യോ, ഐസ്ക്രീം കടക്കാരൻ വരുന്നുണ്ട് ഗൈസ്. ഇതുണ്ടോ? ഓ ഗൈസ്, ഇത് അവിടെ വെക്കാൻ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. ഐസ്ക്രീം കടക്കാരൻ വരുന്നുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, അത് അവിടെ വെക്കാൻ തന്നെയായിരുന്നു ആ സാധനം. ഇപ്പോൾ കളി മനസ്സിലായി ഗൈസ്. ഇപ്പോൾ കളി മനസ്സിലായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ എവിടെയാണ് നമ്മൾ നോക്കണം ഗൈസ്. ബുദ്ധിപൂർവ്വം നമ്മൾ കളിക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും അലറാം ക്ലോക്ക് അവിടെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാം. ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ. ഓ ഗൈസ്, ഇവന് വേറെ പണിയില്ല ഗൈസ്. ഇവൻ വരുന്നുണ്ട്. ഐസ്ക്രീം കടക്കാരൻ എവിടെ? ഓ പുള്ളിക്കാരൻ അവിടെ നിൽക്കുവാണ്. ഓ ഗൈസ്, പുള്ളിക്കാരൻ നമ്മൾ കണ്ട് ഗൈസ്. ഓക്കെ, വേഗം അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ഇത് വെക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ ഗൈസ്, ഇത് നമുക്ക് വെക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഒരു ടൈം ബോംബ് ഉണ്ടാക്കാനാണ് ഗൈസ് നമ്മൾ ആ സാധനം വെക്കുന്നത്. സംഭവം എനിക്കിപ്പോൾ മനസ്സിലായി ഗൈസ്. ഇനി നമുക്ക് തീപ്പെട്ടിയും കൂടി എടുക്കണം. തീപ്പെട്ടി അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ കൂട്ടുകാരി ലിസിനെ രക്ഷപ്പെടുത്താനുള്ള താക്കോൽ മിക്കവാറും ഈ ചർച്ചിൻ്റെ ഉള്ളിലായിരിക്കും ഗൈസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലും. ഓക്കെ, നമുക്ക് ഇതെന്തിനാണ് ഗൈസ് നമ്മളെടുത്തത്? അതവിടെ കിടക്കട്ടെ ഗൈസ്. അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ പോവാം ഗൈസ്. ആ തീപ്പെട്ടി ഇവിടെയാണ് കിടക്കുന്നത്. നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ്റെ അച്ഛൻ്റെ അടുക്കിയേക്കണ സ്ഥലത്താണ് ആ തീപ്പെട്ടി കിടക്കുന്നത്. നമുക്കെന്തായാലും ആ തീപ്പെട്ടി എടുത്തിട്ട് വരണം ഗൈസ്. ഐസ്ക്രീം കടക്കാരൻ ഇവിടെ ഇല്ലയെന്നാണ് എനിക്ക് തോന്നണത്. തീപ്പെട്ടി എവിടെയാണ് ഗൈസ്? നമുക്ക് തീപ്പെട്ടി കിട്ടിയിട്ടുണ്ട്. ഈ തീപ്പെട്ടി നമ്മൾ നേരെ അവിടെ കൊണ്ടുവന്ന് വെക്കണം എന്നാണ് എനിക്ക് തോന്നണത്. ഓക്കെ, ഇതവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. ഓ ഗൈസ്, അങ്ങനെയായിരുന്നു സംഭവം ഗൈസ്. അത് വർക്കായി. അയ്യോ ഗൈസ്, ഐസ്ക്രീം കടക്കാരൻ വരുന്നുണ്ട്. ഓ ഗൈസ്, അത് പൊട്ടിത്തെറിച്ചു. ഓ ഗൈസ്, അത് പൊട്ടിത്തെറിച്ച് ഗൈസ്. ലെറ്റ്സ് ഗോ. അങ്ങനെയായിരുന്നു സംഭവം ഗൈസ്. ഇതെന്താണ്? ഇത് ഡോർ നോബ് എന്നാണ് ഇതിന് പേര് കൊടുത്തേക്കുന്നത്. ഇത് എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം ഗൈസ്. ഐസ്ക്രീം കടക്കാരൻ പുറകോട് വണ്ടിന്നാണ് എനിക്ക് തോന്നുന്നത്. ഉള്ളിലേക്ക് കയറ്. ഓക്കെ, നമുക്ക് വൈകി ഇവിടെ നിന്ന് പോകണം ഗൈസ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറണം ഗൈസ്. അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ കൂട്ടുകാരിനെ രക്ഷിക്കാനുള്ള കീ ഉണ്ടാവുക. ഓക്കെ, നമ്മളെന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ നമുക്ക് സെർച്ച് ചെയ്യണം ഗൈസ്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇതെന്താണ്? ഓ ഗൈസ്, ഇതിനകത്ത് വെക്കാൻ വേണ്ടിയായിരുന്നു ആ സാധനം ഗൈസ്. ഇതെന്താണ്? ലീഡാ? ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഗൈസ്? ഐസ്ക്രീം കടക്കാരൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. ഓ, കേജ് കീ. ലെറ്റ്സ് ഗോ ഗൈസ്.
നമുക്ക് KGK കിട്ടി. അയ്യോ ഗൈസ്, ഐസ്ക്രീം കടക്കാരൻ നമ്മളെ കണ്ടു ഗൈസ്. പക്ഷെ പുള്ളിക്കാരൻ അവിടെ ഗ്ലിച്ചടിച്ച് സ്റ്റക്കായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഗൈസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക? ഗൈസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പുള്ളി പിടിക്കുമെന്നാണ് എനിക്ക് തോന്നണത്. ഓ ഗൈസ്, നമുക്ക് ആകെ 2 ലൈഫ് എന്തേ ഉള്ളൂ. നമുക്കെന്തായാലും കീയെ പുറത്തേക്ക് എറിഞ്ഞിടാം. കീ അവിടെ കിടക്കട്ടെ ഗൈസ്. ഐസ്ക്രീം കടക്കാരൻ നമ്മൾ പിടിക്കുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നണത്. ഈ വഴി നമുക്ക് പോകാൻ പറ്റില്ല. ഓ ഗൈസ്, ഐസ്ക്രീം കടക്കാരൻ നമ്മൾ പിടിച്ചു ഗൈസ്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് 1 ലൈഫും കൂടി ബാക്കിയുണ്ട്. ഓക്കെ, നമ്മളെ ആദ്യം അടച്ചിട്ട സ്ഥലത്തെ നമ്മൾ കൊണ്ടുവന്ന് അടച്ചിടാൻ പോവാണ്. ഓക്കെ, നമ്മളെന്തായാലും ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് ഗൈസ്. ഓ ഗൈസ്, അപ്പം അങ്ങനെയായിരുന്നു കളി. നമ്മുടെ ലിസ്സിനോട് ഒന്ന് രക്ഷിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണത്. ലിസ്സിനെ നമുക്ക് എങ്ങനെയും രക്ഷിച്ചേ പറ്റൂ ഗൈസ്. കാരണം ലിസ് നമ്മളെ ഫ്രണ്ടാണ് ഗൈസ്. ഇതെന്താണ് ഗൈസ്? ഇത് നമുക്ക് തള്ളിയിടാൻ പറ്റുമല്ലോ ഗൈസ്. ഇതെന്താണ് സംഭവം? ഓ ഗൈസ്, നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എത്തി ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ആ വീടിൻ്റെ മുകളിലേക്ക് എത്തി. പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല ഗൈസ്. അതെന്താണ് സംഭവം ഗൈസ്? ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്നില്ല. ഓ ഗൈസ്, നമ്മൾ മുകളിലേക്ക് കയറി ഗൈസ്. നമ്മൾ ഐസ്ക്രീം എവിടെയാണ് ഗൈസ്? നമുക്ക് പയ്യെ ഇനി ഐസ്ക്രീം വണ്ടി പോയി കയറണം. നമുക്ക് നേരെ ചർച്ചിലേക്ക് പോകണം ഗൈസ്. കാരണം നമ്മുടെ കൂട്ടുകാരിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കീ അവിടെ കിടക്കുവാണ് ഗൈസ്. ഐസ്ക്രീം കടക്കാരനെ കാണാനില്ലല്ലോ. ഓ ഗൈസ്, ഐസ്ക്രീം കടക്കാരനെവിടെ? ഓക്കെ ഗൈസ്, പുള്ളിക്കാരൻ താഴെ നിൽക്കുന്നുണ്ട്. ഓ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം. നമ്മുടെ കൂട്ടുകാരിനെ നമുക്ക് രക്ഷിക്കണം ഗൈസ്. അതിനു മുമ്പ് ഗൈസ് നമുക്ക് എങ്ങനെയും താഴത്തേക്ക് ഇറങ്ങണം. നേരെ ചർച്ചിലേക്ക് വന്നിട്ട് പോകണം ഗൈസ്. നമ്മുടെ ഐസ്ക്രീംകാരൻ എവിടെയാണെന്ന് നമ്മൾ നോക്കിയിട്ട് വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ പണിയാവും. നമുക്കെന്തായാലും പയ്യെ ഇറങ്ങാമെന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. പുള്ളിക്കാരനെ കാണാനില്ല ഗൈസ്. പുള്ളിക്കാരൻ ഇത് എവിടെയാണ് ഗൈസ്? പുള്ളീനെ കാണാനില്ല. പുള്ളി ഇത് എവിടെ പോയി? അതേ പോണ് ഗൈസ്. പുള്ളിക്കാരൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഓ ഗൈസ്, പുള്ളിക്കാരൻ അവിടെ കിടന്ന് ഉറങ്ങുവാണ് ഗൈസ്. ഈ സമയം തന്നെയാണ് ഏറ്റവും നല്ലത്. നമുക്കെന്തായാലും താഴെ ഇറങ്ങി വണ്ടി കയറി നമുക്ക് നേരെ ചർച്ചിലേക്ക് പോകാം ഗൈസ്. പുള്ളിക്കാരൻ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ, വേഗം വണ്ടി കയറി പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ ചർച്ചിലേക്ക് പോകാം ഗൈസ്. നമ്മുടെ ചർച്ചിൽ അവിടെ നമ്മൾ താക്കോൽ എടുത്തിട്ടുണ്ടായി. ആ താക്കോൽ എന്തായാലും നമുക്ക് എടുക്കണം ഗൈസ്. ആ താക്കോൽ എടുത്തിട്ട് വേണം നമ്മുടെ കൂട്ടുകാരിനെ നമുക്ക് രക്ഷിക്കാൻ. അയ്യോ ഗൈസ്, ഞാൻ നേരെ വന്നത് സർക്കസിലേക്കായി പോയി ഗൈസ്. നമുക്കിനി നേരെ ഇവിടെ നിന്ന് തിരിച്ച് നമുക്ക് നേരെ ഇനി ചർച്ചിലേക്ക് പോകണം. ഞാൻ അറിയാതെ സർക്കസിലേക്കാണ് കൊടുത്തത്. കുഴപ്പമില്ല, നമുക്ക് നേരെ ചർച്ചിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ നേരെ ചർച്ചും പോയി സെമിത്തേരിയാണ്. നമ്മളിപ്പോൾ സെമിത്തേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് അവിടെയാണ് നമ്മൾ താക്കോൽ എടുക്കണം. ആ താക്കോൽ എടുത്തിട്ട് നമുക്കിനി വേറെ ഒരു പരിപാടി നമുക്ക് ചെയ്യാനില്ല ഗൈസ്. നമുക്ക് ആ താക്കോൽ മാത്രം എടുത്താൽ മതി. താക്കോൽ എടുത്ത് നമ്മളെ കൂട്ടുകാരെ നമുക്ക് രക്ഷിക്കാം. ഓക്കെ, നമ്മളിവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ട് ഫൈനലി ഗൈസ്. നമ്മുടെ താക്കോൽ എന്തായാലും നമുക്ക് പോയി എടുത്തിട്ട് വരാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ ഇവിടെ എല്ലായിടത്തും ഉണ്ടോ എന്ന് നോക്കണം ഗൈസ്. പുള്ളിനെ കാണാനില്ല എവിടെയെങ്കിലും. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ പോയി നമ്മുടെ താക്കോൽ എടുക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ആരും ഇല്ലയെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും താക്കോൽ എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഇല്ല ഗൈസ്, ഇവിടെ ആരുമില്ല. ഓക്കെ ഗൈസ്, ഇവിടെ ആരുമില്ല ഗൈസ്. ഓക്കെ, ഈ കിടക്കുന്നതാണ് നമ്മൾ താക്കോൽ എടുക്ക്. ഓക്കെ, നമ്മൾ KGK അങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ എവിടെ പോയിന്ന് എനിക്കറിയില്ല. എന്തായാലും പുള്ളിക്കാരൻ എവിടെയെങ്കിലും പോട്ടെ ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ കൂട്ടുകാരിനെ നമുക്ക് രക്ഷിക്കണം. നമ്മുടെ ലിസ്സിനെ നമുക്ക് രക്ഷിക്കണം ഗൈസ്. ഇതെന്താണ് ഗൈസ്? നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതെന്താണ്? ഓ ഗൈസ്, നമുക്ക് മാപ്പിൽ നമുക്ക് നമ്മുടെ വന്ന സ്ഥലത്ത് തന്നെ പോകണം ഗൈസ്. ഓ, അങ്ങോട്ട് പോകണം. അതായത് ഓ ഗൈസ്, നമ്മുടെ കൂട്ടുകാരി നമ്മൾ ഫൈനലി രക്ഷിച്ചു ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. കളി തീർന്നു എന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ, നമ്മളെന്തായാലും ചാടിയിട്ടുണ്ട് ഗൈസ്. ഇതെന്താണ്? നമ്മുടെ കൂട്ടുകാരി ചാടിയില്ല ഗൈസ്. ഓ ഗൈസ്, അവൾക്ക് കാല് വയ്യാന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ കൂട്ടുകാരി എന്താണ് ചാടാത്തത്? ഓ ഗൈസ്, ഇതെന്താണ് സംഭവം? ഗൈസ്, ദേ മൈക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. ഓ ഗൈസ്, നമ്മുടെ ചാർലിയുടെ സിസ്റ്ററാണ് നമ്മുടെ ലിസ്. ഓ, അങ്ങനെ ഒരു കളി ഉണ്ടായിരുന്നു ഇതിനകത്ത് ഗൈസ്. നമ്മുടെ മൈക്ക് ഓടിച്ചെല്ലുകയാണ് ഗൈസ്. അവൻ ആ സ്പ്രേ കുപ്പി എടുത്ത് എറിഞ്ഞു കഴിഞ്ഞു. വാട്സാപ്പ് ലിസ്.
ഐ ലവ് യു ഫ്രം ദ ഓ ഗൈസ് നമ്മുടെ മൈക്കിന് ലിസിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഗൈസ്. ഓ ഗൈസ് ഗൈസ് പക്ഷെ ലിസ് എന്താണ് ഇറങ്ങാതിരുന്നേ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഓക്കെ ഗൈസ് എന്തായാലും നമ്മുടെ ഗെയിം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ചാപ്റ്റർ 2 എന്തായാലും തീർന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് വീഡിയോ. ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററായിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ബൈ ബൈ.